അപ്പോഴും കടമുണ്ടെന്നുള്ള ഭയങ്കര വലിയ കടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വീട് ജപ്തിയാവും നിൽക്കുന്നു, അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഫാമിലി ജപ്തിയായി പോകാനുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ഭയങ്കര അഭിമാനമാണ് ശരിക്കും. കാരണം അവിടെ നിന്ന് അച്ഛൻ ഇവിടെ നിന്ന് ഒരു തിരിച്ചു പിടിച്ചല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ ഇപ്പോൾ പിള്ളേർക്കൊക്കെ 19,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിലവ് 5,000 നിൽക്കുന്നുണ്ടോ, ബാക്കി 5,000 രൂപ നിങ്ങൾ മാറ്റി വയ്ക്കുക. സെയിം അക്കൗണ്ടിൽ വയ്ക്കരുത്, വേറെ അക്കൗണ്ടിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ജോലി ഇല്ലെങ്കിലും ജീവിക്കാനുള്ള റിസർവ് ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം. ആ ഫണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് വേറെ അപ്സ്കില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് എടുത്ത് വേണമെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ അഡ്വൈസ് എടുക്കുന്ന ആരെയാണ്, അത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് എടുക്കുന്നത് ബാങ്കറിൽ നിന്നും ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെയും യൂട്യൂബേഴ്സിൻ്റെയും. ഈ 3 പേരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടല്ലേ അഡ്വൈസ് ചെയ്യണത്. ഹലോ ആൻഡ് വെൽക്കം എവ്രി വൺ ടു ദ ഷോ. ഇന്ന് നമ്മൾ നമ്മുടെ ഷോയിൽ സംസാരിക്കാൻ പോകുന്നത് പ്രൈമർലി പൈസയെക്കുറിച്ചാണ്. ആൻഡ് വി ഹാവ് എൻ എക്സ്പേർട്ട് ഓൺ ദിസ്. ഹി ഈസ് എ ഫിനാൻഷ്യൽ മാനേജർ, മണി മാനേജർ അത്, നിഖിൽ ഗോപാലകൃഷ്ണൻ, CEO ആൻഡ് ഡയറക്ടർ ഓഫ് പെൻറ്റാഡ് സെക്യൂരിറ്റീസ്. വെൽക്കം ടു അവർ ഷോ നിഖിൽ. താങ്ക് യു. പൈസ എന്ന് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓരോ ഇമോഷൻസ് ഇങ്ങനെ വരുമല്ലോ. എൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്നത് ഫിയറും, രണ്ടാമത് വറിയും. ഈ 2 ഇമോഷൻസ് ആണ് പെട്ടെന്ന് വരുന്നത്. പൈസ എന്ന് പറയുമ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവേ ഇല്ല, പേടിയാണ്. വാട്ട് ഈസ് as a money manager, what is the instantaneous reaction that you get when you hear the word പൈസ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ഇപ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ എനിക്കും ഈ പേടിയുള്ളൊരു ടൈപ്പാണ്. എനിക്ക് ശരിക്കും ഒരു ലീഗൽ കേസൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പൈസയുമായിട്ട് സംബന്ധിക്കും കടം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു പേടിയുള്ള ടൈപ്പ് ഓഫ് ആളാണ്. എന്നാൽ പൈസ കാണുമ്പോഴും അതേമാതിരി അത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് എനിക്കും തോന്നാറ്. ഞാനും നോക്കാറുണ്ട് പൈസ കാണുമ്പോൾ വായിലെന്താ ടേസ്റ്റ്, വെള്ളം വരുന്നുണ്ടോ, അതൊക്കെ എപ്പോഴും ഞാൻ നോക്കാറുള്ള കേസ്. അപ്പോൾ ചില ടൈമിൽ നമുക്ക് പൈസ എന്ന് പറയുമ്പോൾ ചില നമ്മുടെ തന്നെ ആൾക്കാരൊക്കെ നമ്മളെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് കുറേ കടമുള്ളത് കേൾക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ഞാൻ നോക്കാറുണ്ട്. അതേമാതിരി ചില ആൾക്കാർ ചിലപ്പോൾ ഒരു വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വരും, അത് നോക്കുമ്പോൾ എന്താണ് എൻ്റെ ഫീൽ എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എപ്പോഴും അതിൽ നിന്ന് പലപ്പോഴും ഡിറ്റാച്ച് ചെയ്യാൻ നോക്കിയിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ആ ടൈമിലൊരു മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, മറ്റുള്ളവരുടെ ആങ്സൈറ്റി കാണുമ്പോൾ നമ്മൾക്കും അതുപോലെയാവും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം നമുക്ക് എപ്പോഴും വരാറുണ്ട് പൈസനെ കുറിച്ച് പറയുമ്പോൾ. ഇവൻ നിഖിലിൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിഖിലിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്, വെർ യു ആക്ച്വലി എക്സ്പോസ് ടു മണി അറ്റ് എ വെരി ഏർലി ഏജ്. വീട്ടിലെ സിറ്റുവേഷനെ കുറിച്ച് പറയൂ പ്ലീസ്. ഹൗ വാസ് ഇറ്റ് ഫോർ യു ഗ്രോയിങ് അപ്പ് ഇൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർക്കംസ്റ്റൻസസ്? എനിക്ക് വീട്ടിൽ ഞാൻ ജനിച്ചു വീണപ്പോൾ തന്നെ എനിക്ക് ശരിക്കും വീട്ടിൽ ഞാൻ പണ്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഒത്തിരി കടമുള്ള വീടായിരുന്നു എൻ്റെ. പിന്നെ എൻ്റെ വീട്ടിനുള്ളൊരു എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ ബിസിനസ്സൊക്കെ ചെയ്തു. അവർ വളരെ ചെറിയൊരു നോർമൽ ആൾക്കാരാണ് അച്ഛനൊക്കെ. അച്ഛൻ സാധാരണ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ മരുന്ന് എടുത്തുകൊണ്ട് കമ്പൗണ്ടർ ടൈപ്പ് ജോലിയുണ്ട്, അങ്ങനത്തെ ആയിരുന്നു. അപ്പോൾ അച്ഛന് വളർന്നു വരുമ്പോൾ ശരിക്കും ആൾ ഭയങ്കര സത്യസന്ധനാണ്, ആൾ ഇട്ടും കടമൊന്നും വാങ്ങില്ല. അപ്പോൾ അച്ഛന് ആ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ഛൻ്റേതായ രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ മെഡിക്കൽ ഷോപ്പാണ് അന്ന് ബിസിനസ് തുടങ്ങിയത്. പിന്നെ അത് ഹോൾസെയിൽ മെഡിക്കൽ ഷോപ്പായി. അത് കുറച്ച് പറ്റാണ്ടായപ്പോൾ അത് അച്ഛന് കടമായി, ബിസിനസ് പൊളിഞ്ഞു. അപ്പോൾ പൊളിഞ്ഞപ്പോൾ കടം ഒബ്വിയസ്ലി കടമായി. അതൊക്കെ സംഭവിക്കുന്നത് ഞാൻ ജനിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഇതെല്ലാവരും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എനിക്കപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനിച്ച് വീണപ്പോൾ ഞാനൊരു ബോധമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇവൻ ഞങ്ങളുടെ അന്നത്തേക്ക് നാട്ടുമ്പുറത്തൊക്കെ കടമൊക്കെ എന്ന് വെച്ചാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് കടമുണ്ടെന്നുള്ളത്. അപ്പോൾ വി ആർ ഡിക്ലെയർഡ് ഫാമിലി, ഡെറ്റ് ഫാമിലി എന്നുള്ളത്. അപ്പോൾ അത് എനിക്കിപ്പോൾ ഞാൻ പലരും കാണുമ്പോൾ എല്ലാവരും കടമുണ്ടെങ്കിൽ ഒളിച്ചു വെക്കുകയാണ് ചെയ്യണത്. ഞങ്ങൾക്കുള്ള ഇപ്പം നോക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അന്ന് അമ്മയ്ക്കൊക്കെ ആണെങ്കിലും അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു താങ്ക്ഫുള്ളി. അപ്പോൾ അമ്മയുടെ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ ഫാമിലി അന്ന് റൺ ചെയ്തിരുന്നത്. ആ ടൈമിൽ എനിക്കൊരു ഓർമ്മയൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ അന്ന് ഗൾഫിലായിരുന്നു. കാരണം അന്ന് മനസ്സിലായി കടം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായപ്പോൾ അച്ഛൻ അന്ന് ഗൾഫിൽ പോയി ഇത് കടം വീട്ടാന്നുള്ള രീതിയിൽ അച്ഛൻ പോയത്. 4 കൊല്ലത്തോളം നിന്നു. പക്ഷേ അവിടെ നിന്ന് അച്ഛൻ അധികം ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല. അങ്ങനെ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ വരെ ചെയ്ത് വരുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയില്ല ഇനി ഭാവി എന്താണെന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ മറ്റേ മെഡിക്കൽ റെപ്പായിട്ടൊക്കെ പോകില്ലേ, അങ്ങനെയൊക്കെ അച്ഛൻ പോയി റീബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി.
അപ്പോഴും കടമുണ്ടെന്നുള്ള ഭയങ്കര വലിയ കടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വീട് ജപ്തിയാവും നിൽക്കുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഫാമിലി ജപ്തിയായി പോകാനുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ഭയങ്കര അഭിമാനമാണ് ശരിക്കും. കാരണം അവിടെ നിന്ന് അച്ഛൻ ഇവിടെ ഒരു തിരിച്ചു പിടിച്ചല്ലോ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ എനിക്ക് ആ സിനിമ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഓർമ്മ വരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി അതാണ്. ഇപ്പം എൻ്റെ മോള് പറയും, അച്ഛാ നമുക്ക് മൂവി കാണാം, പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ഒഴിച്ച് ബാക്കി എന്തെങ്കിലും കാണാമെന്ന് പറയുന്നത്. കാരണം എൻ്റെ അവസാനം ആ പടം ഒരിക്കലും ഞാനിപ്പോഴും എനിക്കറിഞ്ഞൂടാ, അത് ഭയങ്കര കണക്റ്റഡ് ആ മൂവി. അപ്പോൾ അങ്ങനത്തെ ഒരു പക്ഷേ അത് അമ്മ അച്ഛൻ്റെ ടീം വർക്ക് ഭയങ്കരമായിരുന്നു. കാരണം അവർ തമ്മിൽ അത്രയും എനിക്ക് പണ്ട് അമ്മ എന്ന് വെച്ചാൽ ഭയങ്കര പുറമേ കാണുമ്പോൾ ഭയങ്കര സ്ട്രോങ് വുമണാണ്, ടഫാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ബെഡ്റൂമിൽ വന്നിട്ട് കരയണത്. അന്നൊക്കെ കോടതിയിൽ നിന്ന് നോട്ടീസ് അയക്കുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ അമ്മ അവിടെ ധൈര്യത്തിലൊക്കെ നിന്ന് വാങ്ങണതും പിന്നെ പുറത്തിരുന്ന് പുള്ളിയെ കരയണതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അതൊക്കെ ഒരു വിഷമം വരും. അപ്പോൾ ഈ ഒരു സർക്കംസ്റ്റാൻസ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ എനിക്ക് കടന്നു പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയപ്പോഴെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആൾക്കാർ കോളൊക്കെ വിളിക്കുമ്പോൾ കടമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ശരിക്കും വീട്ടിൽ അച്ഛൻ്റെ ഒരു ഇത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ അത് വെച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ കടത്തിനെ പറ്റിയിട്ട് ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തത്. ഒരു പക്ഷേ മണി മാനേജ്മെൻറ്റ് സ്കിൽസോ അല്ലെങ്കിൽ വളരെ ഏർലിയസ്റ്റ് ഒരു ഫിലോസഫി അബൌട്ട് മണി അത് കുട്ടിക്കാലത്താണല്ലോ നമുക്ക് പലർക്കും ഉണ്ടാവുന്നത്. ഒരുപക്ഷെ അമ്മയിൽ നിന്നായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഈ സേവ് ചെയ്യുന്ന സ്വഭാവം അമ്മയ്ക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ഹൗ ഡി ഷി മാനേജ് മണി? അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സേവ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് സേവ് ചെയ്യാനല്ല, ഇത് മൊത്തം കടം കൊടുക്കണമല്ലോ. അപ്പോൾ വീട്ടിലെ എക്സ്പെൻസ് റൺ ചെയ്യണം. എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ വീട്ടിലെ ബന്ധുക്കളൊക്കെ ഒത്തിരി പേര് വരുമായിരുന്നു. അതൊക്കെ വരണേൻ്റെ കാര്യം വെച്ചാൽ അവരുടെ പേരിൽ ജാമ്യത്തിൽ കുറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ടു എൻഷുർ ദാറ്റ് നമ്മൾ ആ പൈസ തിരിച്ച് കറക്റ്റ് അടയ്ക്കാത്തുള്ളത്. ഗോഷ്, ഐ കാൻ ഇമാജിൻ. ഞാൻ എന്തൊരു ലൈഫ്, ഞാൻ ഇത് ചോദിക്കാൻ കാരണം വെച്ചാൽ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ലൈക്ക് ഈ ഒരു സർക്കംസ്റ്റൻസിൽ നിന്ന് വന്നിട്ട് ടുഡേ യു അഡ്വൈസ് പീപ്പിൾ അബൌട്ട് മണി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും കഴിവ് തന്നെയാണ്. കാരണം വെച്ചാൽ അത് അവർ ദേഹം അവിടെ ഉണ്ട് വർക്ക്. ആക്ച്വലി അന്നും അമ്മയായാലും അച്ഛനായാലും ക്ലിയർ ആയിട്ട് ആത്മവിശ്വാസം അവരുടെ ബോഡി ലാംഗ്വേജ് ഇത് മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതൊക്കെ ടെമ്പററി ആണ്, വി ആർ ഗോയിങ് ടു കം ഔട്ട്. അത് ഐ കുഡ് സീ എനി ടൈം. എനിക്ക് പണ്ടൊക്കെ ആയാലും ഞാനെപ്പോഴും വീട്ടിൽ സ്കൂളിലൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിള്ളേരുടെ അടുത്ത് പറയുന്ന ടൈമിൽ ഞങ്ങൾ കാറ് വാങ്ങുന്നതൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ എൻ്റെ ആ കുട്ടികൾ, ആ 4 വയസ്സുള്ള എൻ്റെ 10 വയസ്സുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ പിള്ളേർ എന്നെ നോക്കിയിട്ട് നിങ്ങൾ കാറ് വാങ്ങുന്നുള്ളത്. പക്ഷേ ഐ വാസ് ഫുള്ളി ബിലീവ്ഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു ബൈ ദിസ്. കാരണം എൻ്റെ വീട്ടിൽ അമ്മ അങ്ങനെ പഠിപ്പിച്ചെന്നേ. അമ്മ എപ്പോഴും ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരുന്നു, വി ആർ ഗോയിങ് ടു ബൈ. എനിക്ക് ഫസ്റ്റായിട്ട് ആദ്യമായിട്ടൊരു മണിയെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ഞാൻ ഒരു ബുക്ക് വായിച്ചത് റിച്ച് ഡാഡ് പുവർ ഡാഡ് ആണ്. ആൻഡ് യൂണിവേഴ്സലായിട്ട് എനിക്ക് തോന്നുന്നു പലവരും വായിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതിൽ അസറ്റ്സും ലയബിലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡു യു അഗ്രി വിത്ത് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കൺസ്ട്രക്ട് ഇൻ ദാറ്റ് ബുക്ക്? അത് എഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ, അതിൽ ഞാനിത് വായിച്ചത് എൻ്റെ MBA ടൈമിലാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ വിവരമൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്. പക്ഷേ അന്ന് മനസ്സിലാക്കിയാൽ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻകം ഉണ്ടാവുന്ന സാധനം അസറ്റ് ആവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, വെരി ഗുഡ്. പക്ഷേ ഇപ്പോൾ വീടിൻ്റെ കേസിൽ നമ്മളെപ്പോഴും പറയണമെന്നില്ല. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വെറുതെ വായിച്ചു വയ്ക്കുക മാത്രമല്ല, ഞാൻ കുറേ പേരെ കാണുന്നുണ്ട്. അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമോഷണൽ റിക്വയർമെൻറ്റാണ്. ഇപ്പോൾ ചില ടൈമിൽ നമുക്ക് പൈസ ആയിട്ട് തിരിച്ച് കിട്ടുന്നുണ്ടാവില്ല. വളരെ എക്സാമ്പിൾ, നല്ലൊരു സോഫയ്ക്ക് വലിയ കാശ് കൊടുത്ത് വാങ്ങി, അതിൽ ചിലപ്പോൾ ആ ഇതിൽ നിന്ന് നമ്മൾ കൂടുതൽ ബുക്കുകൾ വായിക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സോഫ ഇറ്റ്സ് നോട്ട് വി കാൻ റിയലി സേ ദാറ്റ് ഇറ്റ്സ് എ ലയബിലിറ്റി. ഇറ്റ് ക്യാൻ ബി എൻ അസറ്റ്. ബിക്കോസ് അവിടെ ഇരുന്ന് വായിക്കണേ ചിലപ്പോൾ ചിലവർക്ക് നിങ്ങൾക്ക് മര്യാദയ്ക്ക് അവിടെ നിലത്തിരുന്ന് വായിച്ചാൽ പോരുന്നു. പക്ഷേ ഈ സോഫയിലിരുന്ന് വായിക്കുന്ന സമയത്തുള്ളൊരു കംഫർട്ട് ഉണ്ടല്ലോ. കാരണം ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ വീട്ടിൽ നല്ലൊരു സോഫ വാങ്ങിയപ്പോൾ എൻ്റെ ബുക്ക് വായിക്കുന്ന ശീലം കൂടി ഒരിക്കൽ. അപ്പോൾ അത് നോക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം. അപ്പോൾ നമ്മൾക്ക് എല്ലാത്തിനെയും നമുക്ക് മണിയായിട്ട് ചില ടൈമിൽ സംസാരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് പറയണം ഇതെൻ്റെ വെൽബീയിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ റിച്ച് ഡാഡ് പുവർ ഡാഡിലേക്ക് വരുമ്പോൾ അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ മൈൻഡ് സെറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. കാരണം ഒരു സാധാരണ ഒരു ഇടത്തരക്കാരൻ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, അവൻ്റെ തിങ്കിങ് എങ്ങനെയാണ്, അതും വളരെ റിച്ച് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ പൈസ സമ്പാദിക്കാൻ വേണ്ടി തിങ്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ വളരെ നല്ല റിലവൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. വളരെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സാണ്, ഒരു ബാലൻസാണ് നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ഒരു വീട് വെക്കുന്നേക്കാളും മുന്നേ ഇതിൽ നിന്ന് ഇൻകം വരുന്നില്ല, അതിൻ്റെ പേരിൽ വീട് വെക്കാൻ പറ്റില്ല. നമുക്ക് എന്നും വാടകയിലേക്ക് താമസിക്കാൻ പറ്റുമോ? നമുക്കൊരു 50-ാമത്തെ 60-ാമത്തെ വയസ്സിൽ നമ്മുടെ ലാൻഡ് ലോഡ് വന്ന് പറയാണ് ഒരു മാസത്തിനുള്ളിൽ മാറണം എന്ന് പറഞ്ഞാൽ ഉള്ള ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
നമുക്ക് ആ ടൈമിൽ ആ ഒരു മാസത്തിന് നമുക്ക് അടുത്ത് വീട് കണ്ടെത്തുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അത് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് അങ്ങനെ ഫിസിക്കലി മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണെങ്കിൽ എന്ത് ചെയ്യും? അതെ, അത് അസെറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങാണ്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഫാമിലിക്കുള്ള ഒരു ഇവൻ ഇങ്ങനെ പോകണമെന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ആക്ച്വലി സ്പീക്കിംഗ് പിള്ളേർ ഇറ്റ്സ് എ ലയബിലിറ്റി ഇഫ് യു റിയലി ലുക്ക് അറ്റ് ഇറ്റ് എക്സൽ ഷീറ്റ്. പക്ഷേ ദ കൈൻഡ് ഓഫ് ജോയ് യു ഗെറ്റ്, ഇപ്പോൾ എനിക്ക് 6 മാസമുള്ള കൊച്ചുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ കാലത്ത് എനിക്കുമ്പോൾ ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഇപ്പോൾ മോള് കേൾക്കണ്ട, ഞാനിപ്പോൾ നോക്കണമെന്ന് വെച്ചാൽ പുള്ളി എന്നെ കാത്തിരിക്കണത് കാരണം നമ്മുടെ ഒരു ഇപ്പോൾ ഒരു ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ലയബിലിറ്റി. പക്ഷേ പണ്ടത്തെ ഒരു ഹോപ്പ് ഉണ്ട്, നമ്മുടെ റിട്ടയർമെന്റിൽ ഇവർ നോക്കുന്നു. ഇപ്പോൾ വല്ല ഹോപ്പ് ഉണ്ട് അത് പൂർണ്ണമായിട്ടൊരു ലയബിലിറ്റിയാണ് നിഖിൽ. ആൻഡ് അതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മദർ-ഇൻ-ലോ എന്നോട് പറഞ്ഞ കാര്യം, അത് കൈൻഡ് ഓഫ് സ്റ്റക്ക് ഇൻ ടു മൈ ഹെഡ്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അത് അമ്മ എപ്പോഴും പറയായിരുന്നു. ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അമ്മ പറയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ശരിയാണല്ലോ കാര്യം. അത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്, വാണ്ട്സ് ആൻഡ് നീഡ്സ് എന്നുള്ളത്. ക്യാൻ യു ജസ്റ്റ് explain that for all of you? ഇത് നീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഞാൻ ഇത് ഇപ്പോഴും ഞാൻ 5 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. എനിക്ക് ഒട്ടും ബോറടിക്കുന്നില്ല ഇത് പറഞ്ഞത്. കാരണം ഞാനിപ്പോഴും വിചാരിക്കും ഇത് തന്നെ പറഞ്ഞ ആൾക്കാർക്ക് ബോറടിക്കില്ലെന്ന്. പക്ഷേ ഓരോ ടൈമിലും ഓഫീസിൽ കിട്ടുന്ന കോളുകൾ നോക്കുമ്പോൾ ഇതിന് എനിക്കൊന്നും അടുത്ത 10 കൊല്ലം പഠിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട സാധനമാണ് നീഡും വാണ്ടിലും. ഇത് എല്ലാവർക്കും പഠിക്കേണ്ട കാര്യമാണ്, വാണ്ട്സ് ആൻഡ് നീഡ്സ്. അത് ഞാൻ ഇന്നലെ എൻ്റെ മകനോടും പറഞ്ഞു കൊടുത്തു. അല്ല, അപ്പോൾ അത് പലപ്പോഴും ഇപ്പോൾ ചില ടൈമിലൊക്കെ എന്നോട് ആൾക്കാർ വിളിച്ചിട്ടൊക്കെ ചോദിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ശമ്പളമുള്ള ജോലിയിൽ താമസിക്കുന്നതാണ്, വർക്ക് ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്നതാണ്, എനിക്ക് നല്ല കമ്പനി എല്ലാ എക്സ്പെൻസ് എടുത്തോളും, പക്ഷേ ഇപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഇരിക്കുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യം മാസത്തേക്ക് ഒരു ഡയറിയിൽ ഓരോ ഡേറ്റ് ഇട്ടിട്ട് എന്താ വാങ്ങിയത്, എമൗണ്ട്, അത് ഈസ് ഇറ്റ് എ നീഡ് ഓർ വാണ്ട് എന്ന് തരം തിരിച്ചെഴുതാനായിട്ട് എല്ലാ ദിവസവും. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ജസ്റ്റ് ഡു എ റീകൺസിൽ ചെയ്യും. എന്നിട്ട് ആക്ച്വലി വാണ്ടിൽ എത്രയുണ്ട്, നീഡിൽ എത്രയുണ്ട്, നീഡിലുള്ളത് കണ്ടിന്യൂ, വാണ്ടിലുള്ള 50% കുറയ്ക്കുക. അതൊക്കെ ശരി, പക്ഷേ വാണ്ടും നീഡും എന്താണ്? ഇത് ഞാൻ പറയുന്നത് നീഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കണം, അതിന് വേണ്ടി പച്ചക്കറി വീട്ടിൽ വാങ്ങുന്നു. പക്ഷേ ഈ പച്ചക്കറിയുടെ മടിയുടെ പേരിൽ ഞാൻ പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നു, അല്ലെങ്കിൽ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ മോട്ടിവേറ്റഡ് ഒരു ദിവസം വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെ നമ്മൾ ദോശ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 500 രൂപ വരും. അതിന് പകരം വീട്ടിൽ ദോശമാവ് ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ 50 രൂപ വരും. ഇനി അതല്ലെങ്കിൽ ദോശ ബാറ്റർ വാങ്ങിക്കണമെങ്കിൽ 50 പ്ലസ് 50 രൂപ 60 രൂപ ദോശ ബാറ്ററിന്, പ്ലസ് ഇതിനാണെങ്കിൽ 100 രൂപയിൽ കാര്യം നടക്കും. അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു 70 രൂപയിൽ കാര്യം നടക്കും. അപ്പോൾ ഇതങ്ങനെ പറയുമ്പോൾ പല ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഒന്ന് ഹോട്ടലിൽ പോയിട്ട് ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊരു ആവശ്യമല്ല എന്നാണ്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ അത് അനാവശ്യമായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സിഗരറ്റ് വലിക്കണത്, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കളിയാക്കി പറയണമെന്നുണ്ടെങ്കിൽ ഒരു സെയിൽസിലുള്ള ആൾക്ക് ടെൻഷനുള്ള ടൈമിൽ സിഗരറ്റ് വലിച്ചാലേ ചിലപ്പോൾ പ്രഷർ ഒഴിവാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് സിഗരറ്റ് വലിക്കുന്ന പറയും. ഇതൊക്കെ നമുക്ക് എക്സ്ക്യൂസ് കേൾക്കാന്നേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ആക്ച്വലി സ്പീക്കിംഗ് അനാവശ്യമാണ് ഇതിൽ. അത് അറ്റ്ലീസ്റ്റ് ഇത്തിരീശ് കുറച്ചത് കംപ്ലീറ്റ്ലി ഔട്ടാവും. എനിക്ക് ഒന്നുകൂടിയും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇഫ് യു ആർ ഹെൽത്തിനെ നമ്മൾ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ അനാവശ്യങ്ങൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണത് നമ്മളൊന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഹെൽത്ത് നോക്കി കഴിക്കണമെങ്കിൽ നമുക്ക് കാശധികം വേണ്ട. ഈ വാണ്ട്സ് ഒഴിവാക്കിയിട്ട് നീഡ്സ് മാത്രം നോക്കി കഴിക്കണമെന്ന് നമുക്ക് അധികം വേണ്ട. ഈവൻ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, നമുക്ക് ഇപ്പോൾ കാറ് വാങ്ങുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ ഫാമിലി എല്ലാവർക്കും ഇന്ന റേഞ്ച് കാറാണ്, പക്ഷേ എൻ്റെ അഫോർഡബിലിറ്റി അതിനേക്കാളും താഴെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ EMI എടുത്തിട്ട് ആ വലിയ കാറ് വാങ്ങണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ വാണ്ട്, നോട്ട് നീഡ്. അപ്പോൾ ഇതെല്ലാവരും നമുക്ക് ഓരോരോ കേസിൽ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്ന് സെൻസിബിളായിട്ട് തിങ്ക്. ഈവൻ എന്ത് വാങ്ങണേക്കാളും മുന്നേ നമ്മളൊന്ന് ആലോചിക്കുക. ആ ഒരു എക്സാമ്പിൾ നിഖിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ അദ്ദേഹത്തിന് ക്ലയൻസിനെ ഇംപ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്സിനും കോൺഫറൻസിനും ഒക്കെ പോകുമ്പോൾ യു വോണ്ട് ടു ഫ്ലാഷ് ആക്കുക.
അദ്ദേഹത്തിന് ഈ ഒരു വലിയ കാർ, ഒരു ബെൻസ്, BMW, അതൊക്കെ പുള്ളിക്കാരൻ ഒരു വാണ്ട് തന്നെയാണ്, ഒരു നീഡാണ്. പുള്ളിക്കാരൻ ഒരു നീഡ് തന്നെയാണ്. വേറെ ഒരു കോളേജ് പ്രൊഫസറോ അല്ലാതെ ഒരു വ്യക്തിക്കാണെങ്കിൽ, ഒരു ഹോം മേക്കറിനാണെങ്കിൽ അങ്ങനെ ഒരു ഫ്ലാഷി കാറിന്റെ ആവശ്യമില്ല ഫോർ റണ്ണിങ് എറൻഡ്സ് ഓർ ഡൂയിങ് എനി ഓഫ് ദോസ് തിങ്സ്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ. നമ്മുടെ നീഡ്സും നമ്മുടെ വാണ്ട്സും നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അത് ശരിക്കും എല്ലാവരും ഇൻഡിവിജ്വൽ സ്റ്റോറിയാണ്. ഇപ്പോൾ പലപ്പോഴും എനിക്കിപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായാലും ഇത് എല്ലാവർക്കുള്ള ഇതല്ല പറഞ്ഞാൽ, ഇത് വളരെ ജനറിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എനിക്കെന്ത് വേണം എന്നുള്ളത് അറിയാമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ചില ആൾക്കാർക്ക് അത് അവനവൻ എന്ത് വേണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരും. അവിടെയാണ് ഈ നീഡും വാണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത്. അത് ഇൻഡിവിജ്വൽ സ്റ്റോറിയാണ്. ഇതിൽ ഞാൻ ആ പറഞ്ഞ എഴുതി വെക്കുന്ന എക്സസൈസ് ഭയങ്കരമായിട്ട് എനിക്ക് പവർഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പ്രാക്ടിക്കലി എൻ്റെ മാസം 5000 രൂപ പോലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ 50,000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും തുടക്കതാണ്. കാരണം നമുക്ക് സാലറി കൂട്ടാതെ നമ്മുടെ സേവിങ്സ് കൂട്ടാൻ പറ്റിയ ഒരൊറ്റ കാര്യം എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. എക്സ്പെൻസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ബഡ്ജറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വാണ്ട് തട്ട നീഡിൽ ഒതുങ്ങുക. അയ്യോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ അറിയുന്നില്ല. ഈ കാലത്ത് നമ്മുടെ ആപ്സിലൂടെയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലൂടെ എക്സ്പെൻസ് കൂടിക്കൊണ്ട് പോവുകയാണ്, നമ്മൾ അറിയുന്നില്ല. എല്ലാവരെയും കൊണ്ട് കൂടുതൽ വാങ്ങിക്കാനാണല്ലോ ഇപ്പോഴത്തെ പ്രവണത. യുനോ, കമ്മിങ് ടു ദ പോയിന്റ് ഓഫ് വെൻ യു ആർ എ ഫിനാൻഷ്യൽ പ്ലാനർ, ഈ ഒരു പ്രൊഫൈലിൽ നിൽക്കുമ്പോൾ, ഒരു മണി മാനേജർ എന്ന നിലയ്ക്ക് നിൽക്കുമ്പോൾ, കേരളത്തിൽ പൊതുവെ, ഐ നോ യു ആർ ഓപ്പറേറ്റിംഗ് ഓൾ ഓവർ കേരള, പക്ഷെ പൊതുവെ കാണുന്ന ഏറ്റവും വലിയ ചാലഞ്ച് വിത്ത് റിഗാർഡ്സ് ടു മൈൻഡ് സെറ്റ് എന്താണ്? ഇത് മൈൻഡ് സെറ്റ് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഞാൻ ഒന്ന്, നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ജനിച്ചേക്കണം, നമ്മുടെ അച്ഛൻ ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായിരിക്കും, നമ്മുടെ അച്ഛൻ ചിലപ്പോൾ ഒരു ഭയങ്കര കടമുള്ള ആളായിരിക്കും. അപ്പോൾ ഇദ്ദേഹം കഷ്ടപ്പെട്ട് പണിയെടുത്ത് കടമൊക്കെ വാങ്ങിയിട്ട് ഈ പയ്യനെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഈ മകളെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലെത്തിച്ചു. എന്നിട്ടും ഈ മകൻ പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. എന്നിട്ട് ഈ എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനെന്നുള്ള രീതിയിലാണ് പിന്നെ ഇയാളുടെ മണി മാനേജ്മെൻറ്റ് മൊത്തം. ഇയാൾ എന്താ പറയുക, ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ സേവ് ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള FD, കുറി, അങ്ങനത്തെ കയ്യിലൊതുങ്ങുന്ന സാധനം അച്ഛൻ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനോ അമ്മ ആ കൂലിപ്പണിക്കാരനായ ആൾക്ക് വലിയൊരു മനസ്സുണ്ടായിരുന്നു. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അയാളെ ആക്ച്വലി റിച്ച് ഡാഡായിരുന്നു. പക്ഷേ മകൻ പുവർ ഡാഡാണെന്ന് റിച്ച് ഡാഡായ അച്ഛനാ പുവർ ഡാഡാണെന്ന് മകൻ തീരുമാനിച്ചാലും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവൻ പുവർ ഡാഡിൻ്റെ മകനായിട്ട് അവൻ ജീവിക്കുകയുള്ളൂ. ഇത് പലപ്പോഴും ഞാൻ ഇങ്ങനെ പല ആൾക്കാരും വന്നിട്ട് എന്നോട് പറയാറുണ്ട്, എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. എന്നിട്ട് ഇവരെല്ലാവരും നമ്മുടെ ഇൻഫോർമേഷൻ എല്ലാം എടുത്തിട്ട് പോയിട്ട് വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കോൺടാക്ട് ചെയ്യും. അപ്പോഴും അവരുടെ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ച് വരുമ്പോൾ ഇവർ ആരും ഇതെന്തോ വലിയ സ്ഥാപനമാണ്, ഇവിടെ കുറേ ഫീസ് കൊടുക്കണം, ഇത് അങ്ങനെ ഇവർ ഒന്നും ചെയ്യാതെ ഇവർ പോകും. എന്നിട്ട് പിന്നെയും പോയിട്ട് ഏതെങ്കിലും ഒരു വേണ്ടാത്ത കുറേ ഇൻഷുറൻസ് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇവർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ പറയും ഫീസ് ഉണ്ടെന്ന് പറയും. കാരണം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ 2 വിധത്തിൽ പറഞ്ഞിട്ട് ഫീസ് ഉള്ളതൊട്ട് ഫീസ് ഇല്ലാത്തതെന്ന് പറയുന്നത് ഇത് ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷേ ഇൻഷുറൻസിൽ ഫീസ് എന്ന് ആരും പറയണില്ല. പക്ഷേ അതിൽ ഏകദേശം ഒരു 20-30% വരെ കമ്മീഷൻ ഉണ്ട്. ഇൻഷുറൻസ് വാങ്ങുന്ന ടൈമിൽ ഫീസിനെ പറ്റി ചിന്തിക്കുന്നില്ല, മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്ന ടൈമിൽ ഫീസിനെ പറ്റി ചിന്തിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് കടുക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആനനെ മറക്കും. നമ്മൾ പണ്ടത്തെ നാട്ടിലെ വർത്താനമാണ്, നമ്മൾ ഈ ചെറിയ ഒരു 1% സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യില്ല, എന്നിട്ട് നമ്മൾ അപ്പുറത്ത് 30% കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പല പിന്നെ ഈ കുറിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കുറി എന്ന് വെച്ചാൽ കുറി നമുക്ക് പെട്ടെന്നൊരു കാശ് വേണമെങ്കിൽ എടുക്കേണ്ട സാധനം അത് ആക്ച്വലി സ്പീക്കിംഗ് യു ആർ പ്രിപ്പയറിങ് യുവർ സെൽഫ് ഫോർ ലോൺ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കാശ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചെടുക്കാം. ഇത് നിങ്ങൾ വിചാരിക്കണു എനിക്കൊരു 10 കുറി ചേരണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട് വാങ്ങാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാണ്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടിരിക്കുക. അത് ആക്ച്വലി സ്പീക്കിംഗ് 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 5% കമ്മീഷൻ അവിടെ കൊടുത്തിട്ട് ബാക്കി കിട്ടുള്ളൂ. പക്ഷേ അതിൽ വിളിക്കിഴിവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ വിളിക്കിഴിവ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഏർണിംഗ് ഓൺലി 4% ഓർ വേഴ്സ് ദാൻ FD. അപ്പോൾ ഇത് ഞാൻ എല്ലാവരുടെ കേസ് പറഞ്ഞിട്ട് ഇതിൽ കുറേ കണക്കുകളുണ്ട് ഇതിൽ പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ റിച്ച് ഡാഡായ അച്ഛൻ്റെ മകൻ എൻ്റെ അച്ഛൻ പൂവറാണെന്നും പറഞ്ഞിട്ട് ഉള്ള തിങ്കിങ്ങിൽ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ? ദിസ് ഈസ് ദ മൈൻഡ് സെറ്റ്. അതുപോലെ ഉണ്ട് നിഖിൽ. ഇപ്പം എൻ്റെ ടീമിൽ എല്ലാവരും 20s ഏർലി 20s ടു മിഡ് 20s. 30s വരുമ്പോൾ നമ്മുടെ
അഗൈൻ സിറ്റുവേഷൻ വളരെ ലൈഫിൽ മാറിയിരിക്കും. 40s ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡൈനാമിക് ഓൾ ടുഗെദർ. പിന്നെ 50s 60s. ഓക്കെ, ഞാനിപ്പോൾ ഈ ഏജ് ഇറ്റ്സ് എ ലോങ് ആൻസർ. ഈ എല്ലാ ഏജ് ഗ്രൂപ്പ്സ് ഡെക്കേഡ് വൈസ് ഞാൻ ഡിമാർക്കേറ്റ് ചെയ്യുകയാണ് എനിക്ക്. വാട്ട് ഷുഡ് ബി ദ പ്രയോറിറ്റി ഇൻ 20s ആൻഡ് ദിസ് ഇസ് ഓൺലി ഓൾസോ ഫോർ മൈ ടീംമേറ്റ്സ്. എല്ലാവരും കണ്ടിട്ട് അടുത്ത പ്രാവശ്യം വീഡിയോ പിടിക്കാൻ വരുമ്പോൾ പറയണോട്ടെ എന്തെങ്കിലും കൊണ്ടുണ്ടായത്. 20s വാട്ട് ഷുഡ് ബി യുവർ ഫോക്കൽ പോയിന്റ്, 30s എന്തായിരിക്കണം, 40s എന്തായിരിക്കണം, 50s 60s വാട്ട് യു തിങ്ക്? ഈ ഒരു സ്പാൻ ഒരു ഏർണിംഗ് സ്പാൻ ഉണ്ടല്ലോ ടിൽ 60s. ഇത് ശരിക്കും നമ്മൾക്ക് എപ്പോഴും ഉള്ളൊരു കാര്യം വെച്ചാൽ നമ്മൾ വി നീഡ് ടു ലുക്ക് ഇൻവേർഡ്. എൻ്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ 20 വയസ്സിലുള്ള ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കരിയർ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ആൻഡ് ദാറ്റ് പേഴ്സൺ നോട്ട് ഷുവർ ഇതാണ് എൻ്റെ കരിയർ എന്നുള്ളതും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഒരു സംശയത്തിൻ്റെ പേര് നിൽക്കണം. ബട്ട് ഹീ ഈസ് ഏർണിംഗ് സം ഇൻകം. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട കാര്യം വെച്ചാൽ ബേസിക്സ് കറക്റ്റ് ആക്കാന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ ആ ടൈമിൽ ഇതിൽ ഏറ്റവും ബ്യൂട്ടി എന്താണെന്നറിയോ, 20 വയസ്സുള്ള ആൾക്ക് ഒരു ടൈമിൽ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ വീട്ടിൽ നിന്നുള്ള പോക്കറ്റ് മണിയിൽ ജീവിച്ചിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിലവിൽ എന്തിനാണ് വ്യത്യാസം വരുത്തണത്? നമ്മൾ പോക്കറ്റ് മണി നിൽക്കുന്ന ടൈമിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന ടൈമിൽ നമ്മളെല്ലാവരും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് വരെയൊക്കെ മുഖത്ത് വേണമെങ്കിൽ നോക്കാം. പക്ഷേ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി ഉള്ള ടൈമിൽ നമ്മൾ ഐഫോൺ വാങ്ങുമോ, ബൈക്ക് ഏതാണ് KTM വാങ്ങുമോ, ഇതൊക്കെ വാങ്ങുമോ? ഇത് ചിലപ്പോൾ വീട്ടുകാരെ നിർബന്ധിച്ച് ചിലപ്പോൾ അമ്മനെ ശല്യപ്പെടുത്തിയിട്ട് ചിലപ്പോൾ ലോണൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഡിഫറെൻറ്റ് കേസ്. പക്ഷേ നമ്മൾ ജോലി കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം എന്താ? ഇനി ആരോടും ചോദിക്കാതെ ഒരു ലോൺ എടുത്ത് ഒരു ഈ പറഞ്ഞ ഫോൺ വാങ്ങുന്നുള്ളൂ. എന്തിനാണ് ചെയ്യണത്? അതിന് പകരം പെട്ടെന്ന് നിങ്ങൾ ആ പറഞ്ഞ പോക്കറ്റ് മണി എന്നുള്ള എക്സ്പെൻസിലേക്ക് മാറില്ലേ. ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ നത്തിങ് ഈസ് ചേഞ്ച്. ശരിക്കും പറയാം, നിങ്ങൾ വെറുതെ ചേഞ്ച് ആക്കല്ലേ. ഈ പറഞ്ഞ ഒരു ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സ്വിഗ്ഗിയിലൊക്കെ വരുന്ന പിള്ളേരൊക്കെ വലിയ വലിയ ബൈക്കിലൊക്കെ വന്നിട്ട് ഇത് ചെയ്യാറ്. അപ്പോൾ ചിലവർക്ക് എൻ്റെ വീഡിയോ ഉണ്ടോ ചോദിക്കും. അപ്പോൾ എന്നോട് വീഡിയോ ആണെന്ന് പറയും. ഞാൻ ചോദിക്കും SIP തുടങ്ങിയിട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ പറയും തുടങ്ങിയിട്ടില്ല. പിന്നെ എൻ്റെ വീഡിയോ ആണെന്ന് ചോദിക്കും. അല്ല, അപ്പോൾ യു നീഡ് ടു ടേക്ക് സം ആക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം അപ്പോൾ നമ്മൾ 20ാമത്തെ വയസ്സിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എത്ര രൂപ ചിലവുണ്ടെന്നുള്ളത് നമുക്ക് മാസത്തിൽ ഡിഫൈൻ ചെയ്യണം. എനിക്ക് എത്ര രൂപ മാസത്തിൽ ചിലവുണ്ടെന്നുള്ളത്, അതേമാതിരി ഇൻകം എത്രയാണെന്നുള്ളത് നമുക്കൊരു അറിഞ്ഞിരിക്കണം. ആൻഡ് ദർ ഷുഡ് ബി എ ഗ്യാപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10,000 രൂപ ശമ്പളം കിട്ടുന്ന ആളാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേർക്കൊക്കെ 19,000 രൂപയ്ക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിലവ് 5,000 നിൽക്കുന്നുണ്ടോ? ബാക്കി 5,000 രൂപ നിങ്ങൾ മാറ്റി വയ്ക്കുക. സെയിം അക്കൗണ്ടിൽ വയ്ക്കരുത്, വേറെ അക്കൗണ്ടിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ജോലി ഇല്ലെങ്കിൽ ജീവിക്കാനുള്ള റിസർവ് ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം. ആ ഫണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്തിട്ട് വേറെ അപ്സ്കില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് എടുത്ത് വേണമെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രക്രിയയാണ് ഈ ഇനീഷ്യൽ ടൈമിൽ ആ ബിൽഡ് ചെയ്തിട്ട് നമ്മുടെ കരിയറിനെ ഫോക്കസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ കരിയർ. ആ കരിയറിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഇൻകം വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്തിട്ട് ആ പോയിൻ്റ് ഓഫ് ഇൻകത്തിലേക്ക് വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ വെറുതെ തട്ടിമുട്ടി ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കുക, ക്രിപ്റ്റോ ചെയ്ത് കാശുണ്ടാക്കുക, ഇതിലേക്കൊന്നും പോകണ്ട. ഇതെല്ലാവരും നമ്മുടെ കാശ് പിഴുങ്ങാനായിട്ടുള്ള വേറെ പരിപാടിയാണ്. ഇതൊന്നും ട്രേഡ് ചെയ്തിട്ട് ഒരാളും കാശുണ്ടാക്കിയിട്ടില്ല. എസ്പെഷ്യലി വിത്തൗട്ട് നോയിങ്. നിങ്ങൾക്ക് നോളജ് ഉണ്ടോ? ശരിക്കും നല്ല കാശുള്ളവർക്ക് പറ്റിയ സാധനമാണത്. നല്ല കാശ് എന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ്. അത് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാശുള്ളവർക്ക് വെച്ചാൽ ഇഫ് യു ഹാവ് ടൈം, ട്രേഡിംഗ് ഇസ് എ ജോബ്, ഇറ്റ്സ് നോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. പറമ്പ് വാങ്ങിയിട്ട് നിങ്ങൾ മിണ്ടാണ്ടിരുന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പറമ്പ് കൂടിയുണ്ടാവും. ട്രേഡ് ചെയ്യണത് അങ്ങനെയല്ല, ഫുൾ ടൈം ജോബ്. ഇപ്പോൾ നമ്മളൊരു ബ്രോക്കർ വന്നിട്ട് ഒരു പറമ്പിന് നമുക്ക് അഡ്വാൻസ് തരുന്നു. 6 മാസത്തിനുള്ളിൽ ചിലപ്പോൾ ഇയാളെ കാശില്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് വാങ്ങിപ്പിക്കും. വേറെ ആളെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തന്ന അഡ്വാൻസ് പുള്ളിയിൽ പോകും. ആ സെയിം എഫക്റ്റാണ് ട്രേഡിങ്ങിൽ. എനിക്കറിഞ്ഞൂടെ ഞാൻ പറഞ്ഞ സ്പീഡിൽ പറയുമ്പോൾ സെൻസ് കിട്ടുന്നുള്ളത്. സോ കമ്മിങ് ടു 30s ആണല്ലോ പ്രാരാബ്ധങ്ങളുടെ തുടക്കം. സോ 30s എന്തായിരിക്കണം ഫോക്കൽ പോയിന്റ്? ഇതേ നമ്മൾ 20s നമ്മൾ ആദ്യം കരിയർ ബിൽഡ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. ഇപ്പോൾ ചില പിള്ളേർക്ക് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ IIM എന്നൊക്കെ ഇറങ്ങിയ ആൾക്കാരൊക്കെ ഞാൻ കാണുമ്പോൾ അവർക്ക് പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം ചിലവർക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, അവർക്ക് ഇത് കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ സമയത്ത് നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് നോക്കണം, എനിക്ക് പറ്റിയത് തന്നെയാണോ ഇത്. അവനവനത് നോക്കാനായിട്ട് എൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ എനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. ഒരു തേർഡ് പാർട്ടിയുടെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യണം എന്തുകൊണ്ടും നല്ലത്. കാരണം അവർ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യും കുറേ.
ഇതെന്താണ് മേക്ക് യു തിങ്ക്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിഷയം പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ നമ്മൾ എടുക്കാൻ നോക്കൂ. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആൾ ചിലപ്പോൾ കൂടുതൽ ഇൻഷുറൻസിൻ്റെ ആളാണെങ്കിൽ നമ്മൾ ഇൻഷുറൻസിൽ പോകും. ഇപ്പോൾ നമ്മളൊരു സ്റ്റഡി കണ്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ അഡ്വൈസ് എടുക്കുന്ന ആരെയാണ്, അത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് എടുക്കുന്നത് ബാങ്കറിൽ നിന്നും ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെയും യൂട്യൂബേഴ്സിൻ്റെയും. ഈ 3 പേരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടല്ലേ അഡ്വൈസ് ചെയ്യണത്. കാരണം യൂട്യൂബർ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലാർജർ ഓഡിയൻസിനോട് മീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരാളെയും സ്പെസിഫിക് അറിയില്ല. ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ മുന്നിൽ ഇൻഷുറൻസ് പോളിസി വിൽക്കണമെന്നേ ആഗ്രഹമുള്ളൂ. ബാങ്കിൻ്റെ മുന്നിലും ഇൻഷുറൻസ് പ്രൊഡക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിന് ബെനിഫിറ്റുള്ള പ്രൊഡക്റ്റേ വിൽക്കണമെന്ന് ആഗ്രഹമുള്ളൂ. സോ ദേ ആർ സെല്ലേഴ്സ്. അപ്പോൾ നിങ്ങളുടെ അവർ ഒരാളും നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ഇത് മാത്രമേ ചെയ്തു. അപ്പോൾ 30ാമത്തെ വയസ്സിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ അത് ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഏജ് ആയിരിക്കും, കല്യാണം ആലോചിക്കാൻ പോണ സമയമായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കളി മൊത്തം നടക്കുന്നത്. കാരണം ഞാനിതിൻ്റെ എന്നും ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളുണ്ട്. കാരണം ഞാൻ പണ്ട് ബാംഗ്ലൂർ ആയിരുന്ന ടൈമിൽ കല്യാണത്തിന് മുന്നേ ഞാൻ ശാന്തി സാഗറിൽ പോയിട്ട് ഇഡ്ഡലി കഴിക്കുന്ന ടൈമിൽ പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു. സെയിം ഇഡ്ഡലി പകുതി പൈസയ്ക്ക് കഴിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് സിത്താര പറഞ്ഞ് നമുക്ക് അകത്തിരുന്ന് കഴിക്കണമെന്ന്. അന്നാണ് അറിഞ്ഞത് AC-യുടെ അകത്ത് കയറി കഴിഞ്ഞാൽ സെയിം ഇഡ്ഡലിക്ക് ഇതിൻ്റെ ഡബിൾ കാശ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇൻഫ്ലേഷൻ മാറി. അത്രയും നാൾ ഞാൻ മറ്റേ യമഹ RX100 പോയിരുന്നു, ഞാൻ സിറ്റിയിൽ പോകാൻ തുടങ്ങി, ഹോണ്ട സിറ്റിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാവരും എൻ്റെ ചിലവിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ പേയിങ് ഗസ്റ്റായിട്ട് താമസിച്ചിരുന്നത് ഞാൻ ഫ്ലാറ്റ് എടുത്ത് താമസിക്കേണ്ടി വന്നു. എൻ്റെ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. അപ്പം നമ്മൾ ഇത്രയും നാൾ നല്ല സേവിങ് ചെയ്തുള്ള ആളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചിലവ് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ പേടിപ്പിക്കുന്നതും അതിശയപ്പെടുത്തുന്ന രീതിയിലേക്കായിരിക്കും 30s നമ്മൾ പോകുന്നത്. പിന്നെ ഒരു കുട്ടിയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ചിലവുകൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മിക്കവാറും പേ ചെക്ക് ടു പേ ചെക്കിലാവണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ഇവർ. പ്രത്യേകിച്ചും പണ്ട് ഡിസിപ്ലിനുള്ള ആളെങ്കിൽ, പണ്ട് ഡിസിപ്ലിൻ ഇല്ലാത്ത ആളെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നെ വൈഫും കടമാവാം. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കടങ്ങളെല്ലാവരും വന്ന് പെടുന്നത്. എസ്പെഷ്യലി 30s ആൾക്കാർ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി ആ 30s to 40s എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയർ ഡിഫൈനിങ് മൂമെൻ്റാണ്. പ്ലസ് നമ്മുടെ എക്സ്പെൻസും ഭയങ്കരമായിട്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ സമയമാണ്. അപ്പോൾ അതൊരു ശരിക്കും ഒരു മണി സ്ട്രെസ്സുള്ള ഒരു ടൈം തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ 30s ടൈമിൽ ബേസിക്സ് കറക്റ്റ് ആക്കുക, ഇൻഷുറൻസ് കറക്റ്റ് ആക്കുക. എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹെൽത്ത് ഇൻഷുറൻസിലായിരിക്കുക. കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആക്കി വയ്ക്കുക. ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ആൾക്കാർ പോയിട്ട് ട്രഡീഷണൽ പോളിസികളൊക്കെ എടുക്കും. അതിന് വരെ നമ്മൾ മരിച്ചാൽ മാത്രം കാശ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കാശ് കിട്ടണ്ട, അങ്ങനത്തെ പോളിസികളുണ്ട്. അതാണ് ടൈം ഇൻഷുറൻസ്. ഞാനിത് മരിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് കാരണം വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വൈഫ് വർക്ക് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അവരുടെ റിട്ടയർമെൻറ്റ് ഫില്ല് ചെയ്യണവരെയും അവർക്ക് ജീവിക്കാനുള്ളൊരു പൈസ ആണ്. വൈഫ് എന്ന് പറഞ്ഞാൽ ആരാണോ ബ്രെഡ് വിന്നർ, ഡിപ്പെൻഡൻറ്റിന് ഇങ്ങനത്തെ ഒരു ജീവിക്കാനുള്ള അവസരമാണ്. കുട്ടികൾ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ 20 വയസ്സ് വരെയും കുട്ടി ഒന്നും ചെയ്യാൻ പോണില്ല, ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടി ജീവിക്കാനുള്ള ഇൻകം ഉണ്ടാവണം, പ്ലസ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനും അവിടെ കവർ ചെയ്യാനുള്ള പൈസ വേണം. എന്ന് ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, എമർജൻസി ഫണ്ട്. ഇത് നമ്മളൊക്കെ വെച്ചാൽ കുറേ കാശുള്ളവർക്ക് ഇതൊന്നും വേണ്ട. അപ്പോൾ ഞാനീ പറഞ്ഞതെല്ലാനും എന്താ പറയുക, സാധാരണക്കാർക്ക് പറ്റിയുണ്ട്. തന്നെ പോലത്തെ അടുത്തത് 40s. അപ്പോൾ 40s എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കുട്ടികളൊക്കെ ഫിക്സ് ആയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ബോംബെയിലൊക്കെ ഇപ്പോൾ 40s രണ്ടാമത്തെ കുട്ടിയൊക്കെ ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 40s ഇപ്പോൾ രണ്ടാമത്തെ കൊച്ചി ജനിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു ഇനി ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല, അത് പിന്നെ പാരൻറ്റിങ് കൺഡ്യൂസ് ആവും. അത് ശരിക്കും നമ്മളൊരു കുട്ടി പെട്ടെന്ന് ജനിക്കുമ്പോൾ നമ്മുടെ ഒരു ഗുണം വെച്ചാൽ നമ്മളൊന്ന് യങ് ആവും. അതോടൊപ്പം നമുക്കും തോന്നും ഇനിയും ഒരു ഇന്നിങ്സ് കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരു 25 വർഷം കൂടി നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ല ഐ തിങ്ക് ഷീ ഓൾസോ എക്സൈറ്റഡ്. പക്ഷേ അതിൽ കുറേ കംപ്ലൈൻറ്റ് ഉണ്ടാവും. കാരണം പുള്ളിക്കാരി ഇപ്പോൾ ലോക്ക്ഡാണ്, കാരണം കൊച്ചിനെ നോക്കേണ്ടതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ടൈമിൽ ശരിക്കും നമ്മൾ ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ടൈമിലാണ് ശരിക്കും നമുക്ക് 40 തുടങ്ങിയിട്ടാണ് നമുക്കുള്ള കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാണ്
നമ്മുടെ 17ാമത്തെ വയസ്സിൽ കുട്ടിക്ക് ഒരു വലിയൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. ഇനി PG പോകണമെന്നുണ്ടെങ്കിൽ ഒരു 21ാമത്തെ വയസ്സിൽ വേറൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോഴത്തെ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഒരു 15-20 ലക്ഷം രൂപ വേണ്ടിവരും. കുട്ടിക്കൊരു 10 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഡബിളായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ 30, 35, 40 ലക്ഷം രൂപ നമുക്ക് കുട്ടിക്ക് 17ാമത്തെ വയസ്സിൽ വേണം. അത് ഇപ്പോഴേ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുക്കാതെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ആലോചിക്കണം. കാരണം നമ്മൾ ഒന്നും കാശില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങിയാലേ ഒരു 55-60 വയസ്സാകുമ്പോൾ റിട്ടയർമെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 40+ ഈസ് എ ഡിഫൈനിങ് മൂമെൻറ്റ്. ആൻഡ് ഈ ടൈമിൽ നമ്മുടെ കരിയർ വൈസിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം, ഇതാണ് ഞാൻ റിട്ടയർ ചെയ്യാൻ പോകുന്ന കരിയർ. ആ ടൈമിൽ കരിയർ ഇനി മാറൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സീനിയർ പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവണം. ഇപ്പോഴും ജോബ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് റോളിലേക്ക് കയറിയിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്കില്ലുണ്ടോയെന്ന് നമ്മൾ തന്നെ ചോദിക്കണം. ആ സ്കില്ലില്ലെങ്കിൽ ആ സ്കില്ല് ഫിക്സ് ചെയ്യുക. വല്ല എക്സിക്യൂട്ടീവ് MBA ഒക്കെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു പ്രോഗ്രാം മേക്ക് യു ഗെറ്റ് ഇൻ ടു ദ ഡിസിഷൻ മേക്കിംഗ് റോളിലേക്ക് എത്താനുള്ളൊരു കാര്യം ചെയ്തിട്ട് അതിലേക്ക് പോയിരിക്കണം. So 40s is like the consolidation of sorts. അപ്പോൾ 50s and 60s എന്ന് പറയുന്നത് 40s എക്സ്റ്റൻഷൻ തന്നെയാണ്, where you are actually slowly reaping the benefits of 20s, 30s and 40s. പിന്നെ അത് 50s നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ടൈമിലാണ് ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ റിട്ടയർമെൻറ്റ് റെഡിനെസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അത് ഒപ്പം തന്നെ നമ്മൾ ഇത്രയും നാൾ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സിലായിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവുന്നത്. നമ്മൾ ആ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി സേഫ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരണം, ഇൻകം ജനറേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്. ഇത് പലപ്പോഴും ഈ സ്വിച്ച് നടത്താനാണ് പൊതുവെ ആൾക്കാർക്ക് പറ്റാത്തത്. അവിടെ ശരിക്കും നമുക്കിപ്പോൾ പെൻഷൻ പലർക്കും ഇല്ല. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 55ാമത്തെ വയസ്സിൽ ഇന്ന് 40 വയസ്സുള്ള ആൾക്ക് മാസ ചിലവ് 50,000 രൂപയാണെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾക്ക് 60ാമത്തെ വയസ്സാകുമ്പോഴേക്കും മിനിമം ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപയായിട്ടുണ്ടാവും ഇയാളുടെ എക്സ്പെൻസ്. എന്ന് വെച്ചാൽ എല്ലാ 10 വർഷവും നമ്മളുടെ എക്സ്പെൻസ് ഡബിൾ ആവുന്നുണ്ട്. അപ്പോൾ 40 വയസ്സായ ആൾക്ക് 50 വയസ്സാകുമ്പോൾ 50,000 ഉള്ളത് 1 ലക്ഷമായിട്ടുണ്ടാവും. 50ാമത്തെ വയസ്സിൽ 1 ലക്ഷം ഉള്ളത് 60ാമത്തെ വയസ്സിൽ 2 ലക്ഷമായിട്ടുണ്ടാവും. അപ്പോൾ 2 ലക്ഷം രൂപ ചിലവുണ്ട് നമുക്ക്. ആ ചിലവ് കിട്ടാനുള്ള വിധത്തിലുള്ളൊരു കോർപ്പസ് നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. ആ കോർപ്പസിൽ നിന്ന് ഈ 2 ലക്ഷം രൂപ പിന്നെ എല്ലാ വർഷവും ഇനി 60ാമത്തെ വയസ്സിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളൊരു 90-100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 40 വർഷം അല്ലെങ്കിൽ 50 വർഷം ഇൻകം ഇല്ലാതെ നമ്മൾ ജീവിക്കണം. അപ്പോൾ ആ ടൈമിൽ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പെർമനൻറ്റ് ഓഫ് ഫ്രം യുവർ വർക്ക്. യു ഷുഡ് ഹാവ് സം ഇൻകം സോഴ്സ് ഫ്രം യുവർ വർക്ക് വിച്ച് യു ലവ് ടു ഡു. അതും ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും. എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജപ്പാനിലൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ റിട്ടയർമെൻറ്റിന് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഡിക്ഷണറിയിൽ അർത്ഥമില്ലത്രേ. ഇംഗ്ലീഷിൽ പറയും പെർമനൻറ്റ് വെക്കേഷൻ ഫ്രം യുവർ വർക്ക്. പക്ഷേ ജപ്പാനിൽ റിട്ടയർമെൻറ്റ് അർത്ഥമില്ല. അത് നമ്മൾ അവിടെയൊക്കെ 90 വയസ്സുള്ള ആൾക്കാരും വർക്ക് ചെയ്യണം നമുക്ക് കാണാറുണ്ട്. നിഖിൽ, ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ജങ്ക്ചർ. കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഫുൾ പ്ലാനിങ്ങിനെ കുറിച്ചും മാനേജ്മെൻറ്റിനെ കുറിച്ചും ഒത്തിരി ഡീറ്റെയിൽസിൽ പോവാം. ആൻഡ് ദാറ്റ് വി വിൽ ഡു അറ്റ് എ ലേറ്റർ ജങ്ക്ചർ. പക്ഷേ ഇഫ് വി നൗ മൂവ് ഓൺ ടു ദ ഫാമിലി യൂണിറ്റ് ആസ് എ യൂണിറ്റ്, അതിനകത്ത് നമ്മൾ എങ്ങനെയാണ് മണി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്ലാനിങ് ബിറ്റ്വീൻ ഒരു ഹസ്ബൻഡിൻ്റെ റോൾ, വൈഫിൻ്റെ റോൾ, കുട്ടികളുടെ റോൾ, അതിലേക്കൊന്ന് കടന്നാലോ? ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ. കടമെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയാണ്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണ്. അപ്പോൾ കടവും ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലുള്ള കുഴപ്പം വെച്ചാൽ കടത്തിൻ്റെ ഭാഗത്തിൻ്റെ 8% അങ്ങോട്ട് കൊടുത്തു, റിട്ടേണിൽ നിന്ന് കിട്ടുന്നത് 10% ആണെങ്കിൽ 2% നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തിനാ നമുക്കൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വാങ്ങണം തീരുമാനിക്കണത്? നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വാങ്ങിയാൽ പോരെ. ഇപ്പോൾ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കാറിൽ പെട്രോൾ അടിക്കുന്നു, ആ സമയത്ത് ഞാൻ പെട്രോളിന് എത്ര കാശാവുമെന്ന് തിങ്ക് ചെയ്യരുത്. അടുത്ത പ്രാവശ്യം കാർ എടുത്ത് ഞാൻ വണ്ടി ഓടിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കുറച്ച് ദൂരം ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന ടൈമിൽ, ആ ടൈമിൽ എനിക്ക് ചിന്തിക്കാൻ പാടില്ല എൻ്റെ പെട്രോൾ ബില്ല് എത്രയാവുന്നുള്ളത്. അതിനുള്ളൊരു മൈൻഡ് സ്പേസാണ് എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെന്നറിയോ, ഇവർ ജോലി ചെയ്തിരുന്ന സമയത്ത് എല്ലാ പൈസയും ഹസ്ബൻഡിനെ കൊണ്ട് കൊടുക്കും, ആ പൈസ മൊത്തം തീർന്നു, റെൻറ്റ് കൊടുത്തും അതും കൊടുത്തും എല്ലാവരും കാശ് കൊടുത്തിട്ട്, എന്നിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആവുന്ന ടൈമിൽ ആക്ച്വലി സ്പീക്കിംഗ് ആ പെൺകുട്ടിയുടെ അടുത്ത് 10 പൈസ ഇല്ല.